ഏറ്റവും ഭീതിയോടെ കാണുന്ന ഒന്നാണ് ക്യാൻസർ. എന്താണ് ക്യാൻസർ? ക്യാൻസറിന്റെ രോഗലക്ഷണങ്ങൾ എന്താണ്? പൂർണ്ണമായി ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുമോ? ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾ നമുക്കുണ്ട്. നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾ അനിയന്ത്രിതമായി വളരുന്ന അവസ്ഥയാണ് ക്യാൻസർ. നമ്മുടെ ശരീരത്തിലെ ഒട്ടുമിക്ക അവയവങ്ങളെയും ഈ ക്യാൻസർ ബാധിക്കും. ഓരോ അവയവങ്ങളിലും ഈ ക്യാൻസർ ഉണ്ടാക്കുന്ന രോഗലക്ഷണങ്ങൾ വേറെ വേറെയാണ്. ഈ രോഗലക്ഷണങ്ങൾ നമ്മൾ നേരത്തെ കണ്ടുപിടിക്കാൻ സാധിക്കുകയാണെങ്കിൽ ഒട്ടുമിക്ക രോഗാവസ്ഥയെ പോലെ തന്നെ ഇത് പൂർണ്ണമായി ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കും. നമ്മുടെ ജീവിതശൈലിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, ആഹാര രീതിയിലുള്ള വ്യത്യാസങ്ങൾ, പുകവലി, മദ്യപാനം, മാനസിക പിരിമുറുക്കം എന്നിവയാണ് പ്രധാന കാരണങ്ങൾ. ഇക്കഴിഞ്ഞ ഫെബ്രുവരി 4 നാം ക്യാൻസർ ബോധവൽക്കരണ ദിനമായി ആചരിച്ചു. ഇങ്ങനെ വ്യക്തികൾ ബോധവൽക്കരണമാക്കുന്നതോടെ സമൂഹത്തിൽ നിന്ന് ഒരു പരിധിവരെ ഈ വിപത്തിനെ നമുക്ക് പൂർണ്ണമായി തുടച്ചു നീക്കാം. ലോകത്തിൽ സ്ഥാനാർത്ഥമാണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ക്യാൻസർ. ഇന്ത്യയിൽ കണ്ടുവരുന്ന ചില പ്രധാനപ്പെട്ട ക്യാൻസർ, അവരുടെ രോഗലക്ഷണങ്ങളുമാണ് ഞങ്ങൾ ഇന്നിവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ക്യാൻസർ ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഞാൻ സ്തനാർബുദം. സ്ത്രീ ശക്തിയായിരിക്കാം, പ്രകൃതിയായിരിക്കാം, എന്നാൽ അവരെയും ആക്രമിക്കുന്ന എന്ത് പ്രഭാവം നിങ്ങൾക്ക് അറിയണമോ? നിങ്ങൾ ലോകാരോഗ്യ സംഘടനയോട് ചോദിക്കൂ. ഒരു വർഷം 21 ലക്ഷം സ്ത്രീകളെ ഞാൻ എന്റെ അടിമയാക്കുന്നു. സാധാരണയായി 35-നും 55-നും ഇടയിലുള്ള സ്ത്രീകളെയാണ് ഞാൻ ലക്ഷ്യമിടുന്നത്. ആരെയൊക്കെയാണ് ഞാൻ കൂടുതലായി നോട്ടമിടുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? ഗർഭനിരോധന ഗുളികകൾ തുടർച്ചയായി ഉപയോഗിക്കുന്ന സ്ത്രീകൾ, അതുപോലെ ആർത്തവചക്രം മാറ്റിവെക്കാൻ സ്ഥിരമായി മരുന്ന് കഴിക്കുന്ന സ്ത്രീകൾ, കൊഴുപ്പ് കൂടിയതും മാംസവും മദ്യവും അമിതമായി ഉപയോഗിക്കുന്ന സ്ത്രീകൾ, പിഞ്ചു കുഞ്ഞിന് മുലയൂട്ടുന്നത് നിഷേധിക്കുന്ന അമ്മമാർ, ഇവരെയെല്ലാം ഞാൻ നിശ്ചയമായി നോട്ടമിട്ടിരിക്കും. എങ്ങനെ നിങ്ങൾക്ക് എന്നെ തിരിച്ചറിയാനാകും? വേദനയോട് കൂടിയതോ അല്ലാത്തതോ ആയ മുഴകൾ, സ്ഥലത്തിനുണ്ടാകുന്ന രൂപവ്യതിയാനം, സ്ഥലത്തിന്റെ ചർമ്മത്തിന് മേൽ കാണുന്ന നിറവ്യത്യാസം, അതുപോലെ ഓറഞ്ചിന്റെ തൊലി പോലെ ചിലപ്പോൾ പ്രത്യക്ഷമായേക്കാം. മുലഞ്ഞെട്ടുകൾ ഉള്ളിലോട്ട് വലിഞ്ഞു പോകാം. മുലഞ്ഞെട്ടിൽ നിന്നും രക്തമായതോ അല്ലാത്തതോ ആയ സ്രവം പുറത്തു വരിക. ഇതൊക്കെ എന്റെ ശക്തി പ്രഭാവങ്ങളാണ്. എന്നാൽ എല്ലാ മുഴകളെയും നിങ്ങൾ എന്നിൽ ആക്ഷേപിക്കരുത്. ഒരുപക്ഷെ 20 വയസ്സിന് മുകളിലുള്ള സ്ത്രീകളിൽ ചിലപ്പോൾ ചില മുഴകളൊക്കെ കാണാറുണ്ട്. തെന്നി കാണുന്ന ആ മുഴകളൊന്നും എന്റെ ലക്ഷണങ്ങളല്ല. അതുകൊണ്ട് തന്നെ ആർത്തവത്തിനോടനുബന്ധിച്ച് മിക്ക സ്ത്രീകളിലും സ്ഥലങ്ങളിൽ വേദന ഉണ്ടാകാറില്ലേ? അതിനൊന്നും ഞാനല്ല കാരണം. അതുകൊണ്ട് തന്നെ എന്റെ പ്രഭാവത്തെ കുറിച്ച് നിങ്ങൾക്ക് ഇതിനോടൊക്കെ തന്നെ മനസ്സിലായി കാണുമല്ലോ അല്ലേ? എങ്ങനെ നിങ്ങൾക്ക് എന്നെ തിരിച്ചറിയാനാകും? ഓരോ സ്ത്രീയും, അതായത് 20 വയസ്സിന് മുകളിലുള്ള ഓരോ സ്ത്രീയും സ്വയം സ്ഥല പരിശോധന ചെയ്യേണ്ടതാണ്. അപ്പോൾ ഉണ്ടാകുന്ന നിങ്ങൾ തിരിച്ചറിയുന്ന എന്തെങ്കിലും മുഴകളോ രൂപവ്യത്യാസങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉടനടി ചികിത്സ തേടും. അങ്ങനെയല്ലേ നിങ്ങൾക്ക് ഇത് തുരത്തുവാനാകും? അപ്പോൾ ആദ്യം എന്ത് ചെയ്യും? സ്ഥലങ്ങളുടെ എക്സ്റേ എടുക്കുക, അതായത് മാമോഗ്രാം. അതിനൊക്കെ ചിലപ്പോൾ എന്റെ കണ്ടുപിടിച്ചും കിട്ടും. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉടൻ ചികിത്സ തേടും. പ്രാരംഭത്തിൽ കണ്ടുപിടിച്ചാൽ സ്ഥലങ്ങളൊന്നും നീക്കം ചെയ്യാതെ ചിലപ്പോൾ ഞാൻ അവിടെ രക്ഷപ്പെട്ടേക്കും. അതുകൊണ്ട് തന്നെ തുടർ ചികിത്സയും വളരെ പ്രധാനമാണ്. ഇപ്പോൾ മനസ്സിലായില്ലേ? ചില ജീവിതശൈലികളും മറ്റു വാർത്തകളും ഉണ്ടെങ്കിൽ ഞാൻ അവിടെ രക്ഷപ്പെടുമെന്ന്. ഞാനാകുന്നു ലങ് ക്യാൻസർ. നിങ്ങൾക്കറിയാമോ, ഈ ലോകത്തിൽ എല്ലാ തല അർബുദങ്ങളിൽ വെച്ച് 4ാം സ്ഥാനമാണ് ഈ ലോകം എനിക്ക് തന്നിട്ടുള്ളത്. എനിക്ക് ഏറ്റവും പ്രിയം പുരുഷന്മാരിലാണ്. പ്രത്യേകിച്ച് ഒരു ചെറിയ ശതമാനം ചെറുപ്പക്കാരിലുമുണ്ട്. എന്താ കാരണം എന്ന് വെച്ചാൽ അവരാണ് ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ പുകയിലയും പുകയില ഉൽപ്പന്നങ്ങളും ഉപയോഗിക്കുന്നത്. പുകയില ഉൽപ്പന്നങ്ങളിൽ തന്നെ കാർസിനോജനുകളാണ് എന്നെ അവരുടെ ശരീരത്തിൽ വളർത്താൻ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത്. ഞാൻ അവരിൽ വരികയാണെങ്കിൽ അവരിലുള്ള ലക്ഷണങ്ങൾ എന്തെല്ലാം എന്ന് അറിയാമോ? അവരിൽ ശ്വാസമുട്ടൽ, നെഞ്ചുവേദന, ചുമ, ക്ഷീണം എന്നിവ ലക്ഷണങ്ങൾ ഉണ്ടാക്കുന്നു. ആ ചുമ തന്നെ ഒരു 4 ആഴ്ചയിൽ കൂടുതൽ നീളുകയാണെങ്കിൽ അതിൽ നിങ്ങൾ ടിബിക്ക് മുൻതൂക്കം നൽകാതെ എനിക്ക് വേണം മുൻതൂക്കം നൽകാൻ. എന്നെ തിരിച്ചറിയണമെങ്കിൽ നിങ്ങൾ എന്തെല്ലാം പരിശോധനകൾ ചെയ്യണമെന്നറിയാമോ? കഫ പരിശോധനയും ഒരു നെഞ്ചിന്റെ എക്സ്റേയും എടുത്തു നോക്കിയാൽ തന്നെ
അതുപോലെ തന്നെ നമ്മുടെ ശ്വാസനാളിയിലൂടെ ചെറിയ ട്യൂബ് കടത്തിയുള്ള ബ്രോങ്കോസ്കോപ്പി പരിശോധന വഴിയും എന്നെ തിരിച്ചറിയാം. പക്ഷെ ഞാൻ നെഞ്ചിൽ തന്നെ നിലനിൽക്കുന്നില്ല, അത് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കും വ്യാപിക്കുന്നുണ്ട്. ആ വ്യാപനവും അതിന്റെ തീവ്രതയും അറിയണമെങ്കിൽ നിങ്ങൾ CT-യും PET സ്കാൻ പോലുള്ള പരിശോധനകളും ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ഞാൻ ഏത് ഗണത്തിൽപ്പെട്ട ക്യാൻസർ ആണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ തീർച്ചയായും ബയോപ്സി ചെയ്യണം. പക്ഷേ ചില പ്രതിവിധികൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ പ്രതിരോധിക്കാവുന്നതാണ്. സിഗരറ്റും ബീഡിയും പുകയില ഉൽപ്പന്നങ്ങളും നിങ്ങൾ പൂർണ്ണമായി വർജിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളിൽ അടുക്കുകയില്ല. അതുപോലെ തന്നെ ചിട്ടയായ വ്യായാമവും പ്രഭാത നടത്തവും യോഗയും ചെയ്യുകയാണെങ്കിൽ ഞാൻ നിങ്ങളിൽ ഒരിക്കലും വസിക്കുകയില്ല. കൂട്ടരെ, ഞാനാണ് ഗർഭാശയ ഗളത്തിലെ ക്യാൻസർ അഥവാ സെർവൈക്കൽ ക്യാൻസർ. ഇതാണ് എന്റെ പ്രധാന ഇരകൾ. അതിൽ 30 മുതൽ 69 വയസ്സുള്ള സ്ത്രീകളാണ് എന്റെ ഇരകൾ. ഇനി ഞാൻ നിസാരക്കാരെ അല്ല കേട്ടോ. ഇന്ത്യയിൽ ഓരോ വീട്ടിലും ഒരു സ്ത്രീയാണ് ഞാൻ മൂലം മരണപ്പെടുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണം. ഇനി ഞാൻ എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് അറിയാമോ? ഒട്ടും കൂടുതൽ ജീവിത പങ്കാളികളുള്ളവർ എന്നെ ഒന്ന് ശരിക്കും സൂക്ഷിക്കണം കേട്ടോ. വ്യക്തിക്കുറവ്, പ്രതിരോധ ശേഷിക്കുറവ്, ഇതെല്ലാം എന്നെ സഹായിക്കലാണ്. അസാധാരണമായ ബ്ലീഡിംഗാണ് എന്റെ പ്രധാന ലക്ഷണം. ഇതെപ്പോഴാണ് വരുന്നതെന്ന് അറിയാമോ? മാസങ്ങൾക്കിടയിലാണ് ഈ അസാധാരണമായ ബ്ലീഡിംഗ് വരുന്നത്. അവിടെ കവിട്ട് വരുന്ന ദുർഗന്ധങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ സംശയിക്കണം. എന്നെ സംശയിക്കണമെങ്കിൽ വേറെ ലക്ഷണങ്ങൾ കൂടെ ഉണ്ട് കേട്ടോ. അടിവയറ്റിൽ വേദന, പുറം വേദന, ശരീരഭാരം കുറഞ്ഞു പോകുക, ഇതെല്ലാം എന്റെ ലക്ഷണങ്ങളാണ്. എന്നെ കണ്ടുപിടിക്കാൻ നിങ്ങൾ അധികം ബുദ്ധിമുട്ടണമെന്നില്ല. ഒരു ടെസ്റ്റ് മാത്രം ചെയ്ത് നോക്കിയാൽ മതി. ആ ടെസ്റ്റിന്റെ പേരെന്താണെന്ന് അറിയാമോ? പാപ്സ്മിയർ. ഈ പാപ്സ്മിയർ എല്ലാ ആശുപത്രികളിലും ലഭ്യമാണ്. ഇത് എല്ലാം കേട്ടിട്ട് നിങ്ങൾ ഭയപ്പെടേണ്ട. ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം. അത് നിങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ എന്നെ അങ്ങോട്ട് ഒഴിവാക്കി നിർത്താം. സുരക്ഷിതമായ ലൈംഗിക ബന്ധം, ആർത്തവ സമയത്തുള്ള വൃത്തി, പ്രതിരോധ ശേഷി കൂട്ടാനുള്ള മാർഗങ്ങൾ, ഇവയെല്ലാം നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ ഞാനങ്ങോട്ട് ഒഴിവാക്കി നിർത്തോളാം. എന്നെ ആർക്കൊക്കെ അറിയാം? സ്ത്രീകളെക്കാളും പുരുഷന്മാർക്കാണ് ഞാൻ കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. കാരണം ഞാനാണ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ. എന്താണ് പ്രോസ്റ്റേറ്റ്? പ്രോസ്റ്റേറ്റ് എന്ന് പറയുന്നത് പുരുഷന്മാരുടെ മൂത്രനാളിയുടെ പ്രശസ്തമായി കാണുന്ന 2 ഗ്രന്ഥികളാണ്. ഇവിടെ വരുന്ന ക്യാൻസറിനെയാണ് നമ്മൾ പ്രോസ്റ്റേറ്റ് ക്യാൻസർ എന്ന് പറയുന്നത്. സോ ആരാണ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ കൂടുതലായും ബാധിക്കുന്നത്? ഞാൻ കൂടുതലായും ബാധിക്കുന്നത് 65 വയസ്സിന് മുകളിൽ പ്രായമുള്ള പുരുഷന്മാരെയാണ്. എന്നാൽ 40 വയസ്സിന് താഴെയുള്ള പുരുഷന്മാരെ ഞാൻ അധികമൊന്നും ഭയപ്പെടുത്താറില്ല. എന്തുകൊണ്ട് ഞാൻ നിങ്ങളുടെ കൂടെ വരുന്നു? പ്രത്യേകിച്ച് ഒരു കാരണം എനിക്ക് പറയാൻ പറ്റില്ല. എന്നിരുന്നാലും പ്രായം കൂടുന്തോറും നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകളായിരിക്കും നിങ്ങളിൽ ഉണ്ടാക്കുക? പ്രധാനമായും മൂത്ര തടസ്സമാണ്. മൂത്രമൊഴിക്കുമ്പോൾ ഉണ്ടാകുന്ന അസഹനീയമായ വേദന, അതേപോലെ തന്നെ രാത്രികാലങ്ങളിൽ കൂടുതലായിട്ട് മൂത്രമൊഴിക്കാനുള്ള ഒരു പ്രവണത. മൂത്രമൊഴിച്ചാലും അത് തീരുന്നില്ലല്ലോ, അല്ലെങ്കിൽ തീർന്ന പോലെ തോന്നുന്നില്ല. അതേപോലെ തന്നെ ശുക്ലത്തിൽ രക്തത്തിന്റെ അംശം, മൂത്രമൊഴിക്കുമ്പോൾ അതിൽ രക്തത്തിന്റെ അംശം. ഇതൊക്കെ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ നിങ്ങൾ വൈദ്യസഹായം തേടേണ്ടതാണ്. ഞാൻ നിങ്ങളിൽ എത്തി എന്നത് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? പ്രധാനമായും ചെയ്യുന്ന ചില ടെസ്റ്റുകൾ ഞാൻ പറഞ്ഞു തരാം. രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് രക്തപരിശോധന നടത്തുക എന്നുള്ളതാണ്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത് PSA, പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആന്റിജൻ എന്ന് പറയുന്ന ഒരു തരം ടെസ്റ്റിനാണ്. പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിൽ ഉണ്ടാവുന്ന എല്ലാ വീക്കങ്ങളിലും ഈ PSA കൂടാൻ സാധ്യതയുണ്ട്. എന്നിരുന്നാലും അത് ക്യാൻസർ ആണെങ്കിൽ അതിന്റെ അളവ് അസാധാരണമാവിധം കൂടിയിരിക്കും. ഇത് കൂടാതെ നിങ്ങൾക്ക് സ്കാനിംഗ് ചെയ്യാം, അല്ലെങ്കിൽ ബയോപ്സി ചെയ്യാം, ശാരീരിക പരിശോധനകൾ നടത്താം. ഇത്തരം ടെസ്റ്റുകൾ വഴി ഞാൻ ഉണ്ടെന്ന് അറിഞ്ഞാൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്?
ഉടൻ തന്നെ എത്രയും പെട്ടെന്ന് തന്നെ വൈദ്യസഹായം തേടുക എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം. ഉദരാശയ അർബുദങ്ങളിൽ ഏറ്റവും ഗുരുതരവും സങ്കീർണവുമായ മലാശയത്തെ ബാധിക്കുന്ന ക്യാൻസറാണ് ഞാൻ, അഥവാ കോളോറെക്ടൽ ക്യാൻസർ. ജനിതക മാറ്റങ്ങളെക്കാൾ ഏറെ ജീവിതശൈലിയിൽ വരുന്ന മാറ്റങ്ങളാണ് എന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. സാധാരണ നിലയിൽ മധ്യവയസ്സ് കഴിഞ്ഞവരിലാണ് ഞാൻ കണ്ടുവരുന്നത്. സ്ത്രീകളെക്കാൾ ഏറെ പുരുഷന്മാരെയാണ് ഞാൻ നോട്ടമിടുന്നത്. അമിതമായ കൊഴുപ്പടങ്ങിയ ആഹാര വസ്തുക്കൾ കഴിക്കുന്നവരാണോ നിങ്ങൾ? പുകയേൽപ്പിച്ചതും സംസ്കരിച്ചതുമായ മാംസവിഭവങ്ങൾ ഉപയോഗിക്കുന്നവരാണോ നിങ്ങൾ? തീരെ വ്യായാമം ചെയ്യാത്തവരാണോ നിങ്ങൾ? പുകവലി, മദ്യപാനം എന്നിവ നിങ്ങൾക്കുണ്ടോ? എന്നാൽ സൂക്ഷിച്ചോളൂ, ഞാൻ നിങ്ങളെ തേടിയെത്തും. വൻകുടലിന്റെ അവസാന ഭാഗം മുതൽ മലദ്വാരം വരെയുള്ള ഭാഗത്ത് മലാശയ ഭിത്തിയിൽ പോളിപ്പുകളായിട്ടാണ് ഞാൻ തുടങ്ങുന്നത്. അതിനാൽ മലബന്ധം, മലത്തിൽ കൂടി രക്തത്തിന്റെ അംശം, വിശപ്പില്ലായ്മ, ശരീരഭാരം കുറയുക, ഛർദ്ദിൽ, ഓക്കാനം എന്നിവയാണ് എന്റെ പ്രധാന ലക്ഷണങ്ങൾ. സുരക്ഷിതവും ആരോഗ്യപൂർണവുമായ ഭക്ഷണശൈലി ശീലമാക്കുന്നതിനോടൊപ്പം, അതായത് നിങ്ങൾ കഴിക്കുന്ന ആഹാരത്തിൽ പച്ചക്കറിയും പഴവർഗ്ഗങ്ങളും കൂടുതൽ ഉപയോഗിച്ചും അതിനോടൊപ്പം ചിട്ടയായ ജീവിതശൈലിയിലൂടെ ശരീരഭാരം നിയന്ത്രിച്ചും വ്യായാമം ചെയ്തും അമിതമായിട്ടുള്ള ലഹരി വസ്തുക്കളുടെ ഉപയോഗം നിർത്തിയും നിങ്ങൾക്ക് എന്നെ തടയുവാൻ കഴിയും. നിങ്ങൾ ഇതൊക്കെ കൃത്യമായി ചെയ്യുകയാണെങ്കിൽ ഞാൻ ഉറപ്പായും നിങ്ങളെ വിട്ടുപോയിരിക്കും. നിങ്ങൾ പുകവലി ശീലമുള്ളവരാണോ? എങ്കിൽ സൂക്ഷിക്കണം. ഞാനാണ് ഓറൽ ക്യാൻസർ അഥവാ വായിൽ വരുന്ന അർബുദം. ഞാൻ നിങ്ങളെ ഒരുപക്ഷെ നോട്ടമിട്ടേക്കാം. കാരണം പുകയിലെ ഉൽപ്പന്നങ്ങളാണ് എനിക്ക് ഏറ്റവും പ്രിയം. പുകവലിക്കുമ്പോഴുണ്ടാകുന്ന ആ ചൂടും പുകയിലയിൽ അടങ്ങിയിരിക്കുന്ന 60-ലധികം വരുന്ന കാർസിനോജൻസും അങ്ങനെ അവ കത്തുമ്പോഴുണ്ടാകുന്ന പലവിധ രാസപദാർത്ഥങ്ങളും എനിക്ക് കൂടുതൽ ശക്തി പകരുന്നു. പുകവലിയോടൊപ്പം നിങ്ങൾ മദ്യപിക്കുന്നവരാണോ? എങ്കിൽ സൂക്ഷിക്കണം. കാരണം എനിക്ക് മദ്യവും ഏറെ ഇഷ്ടമാണ്. ഇനി മറ്റൊരു കൂട്ടലുണ്ട്. വെറ്റിലയും ചുണ്ണാമ്പും ചേർത്ത് 3 നേരവും മുറുക്കുന്ന നമ്മളുടെ മലയാളികളുടെ ഉമ്മറങ്ങളിൽ സ്ഥിരം കാഴ്ചയായിരിക്കുന്ന മധ്യവയസ്കർ. ഇങ്ങനെയുള്ളവരെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഇത്തരക്കാരിൽ പുകവലിയുടെ സ്ഥിരമായ ഉപയോഗം മാത്രമല്ല കേട്ടോ, അവരുടെ അറ്റം കൂർത്ത പല്ലുകളും പിന്നെ ഈ വെപ്പ് പല്ലുകളും, അങ്ങനെ അവയൊക്കെ ഉണ്ടാകുന്ന പ്രകോപനം എനിക്ക് കൂടുതൽ ശക്തി പകരുന്നു. അങ്ങനെ ഞാൻ ശക്തി പ്രാപിച്ച് നിങ്ങളുടെ വായ്ക്കകത്തെ കോശങ്ങളിൽ ആന്തരികവും ബാഹ്യവുമായ ഘടനയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുകയും അങ്ങനെ ഞാൻ രോഗലക്ഷണങ്ങളോടുകൂടി നിങ്ങളിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്നു. ഇനി എന്നെ നിങ്ങൾ എങ്ങനെ തിരിച്ചറിയുമെന്ന് അറിയട്ടെ. തുടക്കത്തിൽ ഞാൻ ചില രോഗലക്ഷണങ്ങൾ കാണിക്കാറുണ്ട്. വായ്ക്കകത്ത് പ്രതലത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ ചുവന്ന നിറത്തിലോ വെളുത്ത നിറത്തിലോ നീക്കം ചെയ്യാനാകാതെ കാണപ്പെടുന്ന തടിപ്പുകൾ, ഇടയ്ക്കിടയ്ക്ക് വായിൽ നിന്നും മുക്കിൽ നിന്നും ഉണ്ടാകുന്ന രക്തസ്രാവം, 2 ആഴ്ചയിലായിട്ടും കഴിയാതെ കാണപ്പെടുന്ന മുറിവുകൾ, ഇതൊക്കെ എന്റെ പ്രാരംഭ ലക്ഷണങ്ങളാണ്. ഇനി ഞാൻ കൂടുതൽ ശക്തി പ്രാപിക്കുമ്പോൾ എന്റെ രൂപവും മാറിയേക്കാം. വായ്ക്കകത്തും ചുണ്ടുകളിലും തരിപ്പുകളായും ഇടയ്ക്കിടയ്ക്ക് ചെരിക്കുണ്ടാകുന്ന പഴുപ്പായും അതുപോലെ തന്നെ മേൽപ്പറഞ്ഞ തരിപ്പുകൾ മുറിവുകളായി മാറി അങ്ങനെ വാതുറക്കാനുള്ള ബുദ്ധിമുട്ടായും അസഹനീയമായി വായ്ക്കകത്തുണ്ടാകുന്ന വേദനയായും ഞാൻ രൂപം പ്രാപിക്കും. പ്രിയപ്പെട്ടവരെ, മേൽപ്പറഞ്ഞ എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ നിങ്ങളിലോ നിങ്ങളുടെ പരിചയക്കാരിലോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ അവഗണിക്കരുത്. ഓരോ ജീവനും നമുക്ക് അമൂല്യമാണ്. മേൽപ്പറഞ്ഞ എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ വിദഗ്ധമായ വൈദ്യസഹായം തേടേണ്ടതാണ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ശില്പ. നമ്മളിപ്പോ എല്ലാവരും പലവിധ ക്യാൻസറിനെ പറ്റി പഠിച്ചു, കേട്ടു, മനസ്സിലാക്കി. ചിലരുടെയെങ്കിലും മുഖത്ത് കുറച്ചു പേടി തോന്നുന്നുണ്ട് എനിക്ക്. അത് ചിലപ്പോൾ ഈ സിംറ്റംസിനെ പറ്റിയും ലക്ഷണങ്ങളെ പറ്റിയും ഒക്കെ കേട്ടതിന്റെ ആയിരിക്കാം. ഒരിക്കലും അത്രയും പേടിയോടെ കാണുന്ന ഒരു അസുഖമല്ല ക്യാൻസർ അല്ലെങ്കിൽ അർബുദം എന്ന് പറയുന്നത്.
വളരെ പ്രാരംഭമായ ഘട്ടത്തിൽ തന്നെ കണ്ടുപിടിക്കുകയും വേണ്ട ടെസ്റ്റുകൾ ചെയ്യുകയും വേണ്ട ട്രീറ്റ്മെന്റുകൾ എടുക്കുകയും ചെയ്താൽ നമുക്ക് എല്ലാവർക്കും തന്നെ ക്യാൻസറിൽ നിന്നും മുക്തരാകാവുന്നതാണ്. ഇനി നമ്മൾ ട്രീറ്റ്മെന്റ് ഓപ്ഷനെ പറ്റി പറയുകയാണെങ്കിൽ ക്യാൻസറിന് ഇപ്പോ ഈ ഒരു കാലഘട്ടത്തിൽ അഡാപ്റ്റ് ചെയ്യുന്നതിൽ 3 ട്രീറ്റ്മെന്റ് ആണ് അലോപ്പതി മെത്തേഡ്സിലുള്ളത്. കീമോതെറാപ്പി, റേഡിയോ തെറാപ്പി, അടുത്തതായിട്ട് സർജറി എന്ന് പറഞ്ഞാൽ ശസ്ത്രക്രിയ വഴി അർബുദം ബാധിച്ച ആ കോശത്തെ അല്ലെങ്കിൽ ആ അവയവത്തെ നമ്മൾ നീക്കം ചെയ്യും. റേഡിയോ തെറാപ്പി എന്ന് പറഞ്ഞാൽ റേഡിയേഷൻ വഴി ആ കോശത്തെ അല്ലെങ്കിൽ ആ ബാധിച്ച അവയവത്തെ നശിപ്പിക്കും. മൂന്നാമതായിട്ടുള്ളത് കീമോതെറാപ്പി. പക്ഷെ നമ്മൾ ഇവിടെ കൂടുതലായിട്ട് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എന്ന് പറയുമ്പോൾ ഹോമിയോപ്പതിക്ക് ഈ ക്യാൻസർ ചികിത്സയിൽ എന്ത് ചെയ്യാനാകും, അല്ലെങ്കിൽ നമ്മൾക്ക് അതിൽ നമ്മുടെ കോൺട്രിബ്യൂഷൻ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കുമ്പോൾ പ്രാരംഭഘട്ടത്തിൽ വരുന്ന അർബുദത്തെ അല്ലെങ്കിൽ ആ ഒരു അസുഖത്തിന്റെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മുടെ അടുത്ത് കിട്ടുകയാണെങ്കിൽ, നമ്മുടെ അടുത്ത് പേഷ്യന്റ് വരുവാണെങ്കിൽ തീർച്ചയായും ഹോമിയോപ്പതിയിൽ നല്ലൊരു ഇംപ്രൂവ്മെന്റ് ക്യാൻസർ രംഗത്ത് കൊണ്ടുവരാൻ സാധിക്കും. അതാണ് ഒന്നാമതായിട്ടുള്ളത്. രണ്ടാമതായിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഈ കീമോതെറാപ്പി, ബാക്കിയുള്ള റേഡിയേഷൻ തെറാപ്പി എല്ലാം കഴിഞ്ഞ് നമ്മൾ കാണാം ഒരുപക്ഷെ വീട്ടിലോ വീടിനടുത്തോ ഈ ക്യാൻസർ പേഷ്യൻസ് ഉണ്ടെങ്കിൽ അവർ എത്രമാത്രം ഈ കീമോതെറാപ്പിയും റേഡിയേഷൻ തെറാപ്പിയും കാരണം ക്ഷീണിച്ചു, മുടി കൊഴിഞ്ഞ്, ബാക്കിയുള്ള ശാരീരികവും മാനസികവുമായി അവർ എത്രത്തോളം ബുദ്ധിമുട്ടുന്നുണ്ടെന്ന് അറിയുന്നവരിൽ കാണും ഇവർ പലരും. അതിനെല്ലാം നമുക്ക് ഹോമിയോപ്പതി എന്ന് പറഞ്ഞാൽ വെറും ശാരീരികമായി നമുക്ക് കാണുന്ന ലക്ഷണങ്ങൾ മാത്രം വെച്ച് മരുന്ന് എഴുതുന്നതല്ല, ശാരീരികമായും മാനസികമായും ആ ഒരു പേഷ്യന്റിനെ, ആ മുന്നിൽ കാണുന്ന ആളെ പൂർണ്ണമായും പഠിച്ചാണ് നമ്മൾ മരുന്ന് എഴുതുന്നത്. അപ്പം അങ്ങനെ ഉണ്ടാകുന്ന സൈഡ് എഫക്ട്സിനെ, കീമോതെറാപ്പി, റേഡിയേഷൻ തെറാപ്പി കഴിഞ്ഞിട്ടുണ്ടാകുന്ന സൈഡ് എഫക്ട്സിനും ഹോമിയോപ്പതി വളരെയധികം ഫലപ്രദമാണ്. പിന്നെ ഉള്ളത് നമുക്ക് സമൂഹത്തിൽ നോക്കുകയാണെങ്കിൽ ക്യാൻസർ അഫക്ട് ചെയ്ത ഒരാളെ നമ്മൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഒരുപക്ഷെ ശാരീരികമായി അയാൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളേക്കാൾ കൂടുതലായിട്ട് മാനസികമായിട്ട് നെഗറ്റീവ് തിങ്കിങ്, ആ ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ആണ് അവരുള്ളത്. അവർ ഒറ്റയ്ക്കാണ്, അല്ലെങ്കിൽ അവർക്ക് കൂട്ടായിട്ട് ആരുമില്ല, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വലിയ അസുഖമാണെന്ന് അറിയുമ്പോൾ തന്നെ അവർക്ക് മെന്റൽ ഡിപ്രഷനിലോട്ട് പോവുകയാണ്. ഒരുപക്ഷെ മാനസിക രംഗത്ത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് കാണിച്ചു തരുന്നത് എത്ര വലിയ മാതൃകയാണെന്ന് നമ്മൾ ആ വഴി ആലോചിച്ചാൽ മതി. ഈ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ എത്രത്തോളം മാനസിക ബുദ്ധിമുട്ടുകളുള്ളവർക്ക് മരുന്ന് കൊടുക്കുന്നുണ്ട്, എത്രത്തോളം അസുഖങ്ങൾ ചികിത്സിക്കുന്നുണ്ട്. ആ ഒരു ഡിപ്രഷൻ അല്ലെങ്കിൽ മാനസികമായിട്ട് നമ്മൾ വളരെയധികം ക്ഷീണിച്ച വീക്കായിട്ടുള്ള അവസ്ഥയിലും ക്യാൻസർ പേഷ്യൻസിന് വളരെയധികം ഇംപ്രൂവ്മെന്റ് കൊടുക്കാൻ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന് സാധിക്കുന്നുണ്ട്. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ എല്ലാ ശനിയാഴ്ചയും രാവിലെ 9 മണി തൊട്ട് ഡോക്ടർ എം മുരളീധരൻ സാറിന്റെ നേതൃത്വത്തിൽ ഓങ്കോളജി അല്ലെങ്കിൽ അർബുദത്തിനായിട്ട് സ്പെഷ്യൽ OP പ്രവർത്തിക്കുന്നുണ്ട്. മാത്രമല്ല കേരളത്തിലുള്ള 2 ഹോമിയോപ്പതി മെഡിക്കൽ കോളേജുകളും തിരുവനന്തപുരത്തും കോഴിക്കോടും ഈ ക്യാൻസറിന് പ്രത്യേകമായി പാലിയേറ്റീവ് ക്ലിനിക്കുകളും 2 ഹോമിയോപ്പതി ഹോസ്പിറ്റൽസിലും. മാത്രമല്ല കേരളത്തിൽ മലപ്പുറം ജില്ലയിൽ ചേതന എന്ന് പറഞ്ഞൊരു ഹോമിയോപ്പതി ഹോസ്പിറ്റലുണ്ട്. അത് ഈ ക്യാൻസർ രോഗങ്ങൾക്ക് അല്ലെങ്കിൽ ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ട അസുഖങ്ങൾക്ക് മാത്രമായിട്ടുള്ള ഒരു ഹോസ്പിറ്റലാണ്. ഹോമിയോപ്പതിക്ക് അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും ക്യാൻസർ ചികിത്സയിൽ എന്നുള്ളത് നമ്മൾ ദിനം പ്രതി നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ആളുകൾക്കിടയിൽ അത് മനസ്സിലാക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് നിന്ന് ഈ ക്യാൻസറിനെയും അത് കാരണം ഉണ്ടാകുന്ന കോൺസിക്വൻസിനെയും നമുക്ക് ഒരുമിച്ച് നേരിടാൻ സാധിക്കണം. We can and we will overcome it. Thank you. അടുത്തതായി 2 വാക്ക് സംസാരിക്കാനായി നമ്മുടെ ഓഫീസിൽ ഇൻചാർജും നമ്മുടെ ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റിലെ സാറുമായിട്ട് ഡോക്ടർ മുരളീധരൻ സാർ ക്ഷണിക്കുന്നു. ഇത് ഫെബ്രുവരി 4-നാണ് നമ്മൾ ഈ ക്യാൻസർ ഡേ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ നിർദ്ദേശപ്രകാരം നമ്മൾ നടത്തുന്നത്. പക്ഷേ ചില കാരണങ്ങൾ കൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. അതിന്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മളിപ്പോൾ ഇത് ഇവിടെ ചെയ്യുന്നത്. ഇതൊരു ചെറിയ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ നമ്മുടെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡോക്ടേഴ്സും ജൂനിയർ റിസർച്ച് ഫെല്ലോ ഇവരെല്ലാവരും കൂടി ചെയ്ത ഒരു ചെറിയ സ്കിറ്റാണ് ഇത്. എനിക്ക് തോന്നുന്നു പൊതുജനങ്ങൾക്ക് വളരെയധികം പ്രയോജനം ഉണ്ടായിട്ടുണ്ട് എന്നാണ് വിശ്വസിക്കുന്നത്. കാരണം പ്രധാനപ്പെട്ട ചില ക്യാൻസറുകളെ കുറിച്ച് മാത്രമാണ് ഇതിൽ പ്രതിപാദിച്ചിട്ടുള്ളത്. കാരണം ക്യാൻസർ അനേക വിധത്തിലുള്ളതാണുള്ളത്. അപ്പൊ അതിൽ വളരെ പ്രധാനപ്പെട്ട നമ്മുടെ ഇന്ത്യയിൽ കാണുന്ന ലോകത്തെ ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന കുറച്ച് ക്യാൻസറിനെ കുറിച്ച് മാത്രമാണ് ഇതിൽ നമ്മൾ പ്രതിപാദിച്ചിട്ടുള്ളത്. അതവര് കൃത്യമായിട്ട് ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവരും രോഗത്തെ ഭയപ്പെടാതെ, രോഗത്തെ ഭയപ്പെടുന്നത് ആണ് നമ്മുടെ ഏറ്റവും വലിയൊരു പരാജയം എന്ന് പറയുന്നത്. നമ്മുടെ രോഗത്തെ പരാജയപ്പെടുത്തണമെങ്കിൽ നമ്മൾ രോഗത്തോട് ശക്തിയുക്തം പ്രതിരോധിക്കണം. അത് പ്രതിരോധിക്കാനായിട്ട് മരുന്ന് മാത്രമല്ല, നിങ്ങളുടെ
നിങ്ങളുടെ മനസ്സിന്റെ ധൈര്യം അതൊരു വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. ഒരസുഖം വരുമ്പോൾ നമ്മൾ എല്ലാം കഴിഞ്ഞു എന്നുള്ള രീതിയിലാണ് പലരും ഏതസുഖമാണെങ്കിൽ ചിന്തിക്കുന്നത്. അപ്പോ അതൊന്നും കഴിഞ്ഞിട്ടില്ലെന്നും ഇതിനെല്ലാം ധൈര്യത്തോടെ നേരിട്ട് നമുക്ക് മുന്നോട്ടുള്ള ഒരു ജീവിതം, നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു ദിവസവും 2 ദിവസവും ഉള്ളതല്ല. ഇതിന് നമ്മൾ ഓരോ ദിവസവും നമുക്ക് പ്രധാനപ്പെട്ടാണ്. ഈ ദിവസങ്ങളെല്ലാം കീഴടക്കി നമുക്ക് ജീവിതത്തിൽ മുന്നേറാനായിട്ടുള്ള ഒരു ധൈര്യമാണ് ഏത് രോഗവും വന്നാലും നമ്മൾ കരുത്ത് നേടേണ്ടത്. നമ്മുടെ മനസ്സിന് ധൈര്യം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി, നമ്മുടെ രോഗത്തോടുള്ള പ്രതിരോധ ശേഷി വർദ്ധിക്കുന്നതിന് അത് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ രോഗം വരുമ്പോൾ ഭയപ്പെടാതെ പലരും ചെയ്യുന്ന രോഗം കൊണ്ടത് ആദ്യം ചികിത്സിക്കാതിരിക്കും. അത് പിന്നെ വരുമ്പോൾ എല്ലാവരും അറിയപ്പോൾ ചെയ്താൽ മതി എന്ന് വിചാരിക്കും. പക്ഷെ ആ സമയത്തേക്ക് നമ്മുടെ കാര്യങ്ങൾ കൈവിട്ടു. അത് നോക്കാതെ നമ്മൾ രോഗലക്ഷണങ്ങൾ എന്തെങ്കിലും ഇമ്മീഡിയറ്റ് ആയിട്ട് ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ക്യാൻസറിനെ കുറിച്ചാണ് നമുക്ക് പറയുന്നത്, എന്തെങ്കിലും ഒരു രോഗലക്ഷണം നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അത് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഡോക്ടറെ, ക്വാളിഫൈഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക. ആ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മറ്റ് മരുന്നുകൾ കഴിക്കുന്നതിന്, മറ്റ് ടെസ്റ്റുകൾ നടത്തുക. ടെസ്റ്റുകൾ നടത്തുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രോഗം കണ്ടുപിടിക്കുന്നതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രോഗലക്ഷണങ്ങളുടെ പ്രധാനമാണ് ടെസ്റ്റുകൾ നടത്തി ആ രോഗം സ്ഥിരീകരിക്കുക എന്നുള്ളത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മറക്കരുത്. ചെറിയൊരു അശ്രദ്ധ കൊണ്ട് തന്നെ നമുക്ക് വലിയൊരു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതുകൊണ്ട് എല്ലാവരും കൃത്യമായിട്ട് രോഗത്തെക്കുറിച്ചുള്ള അറിവ് നേടുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ മനസ്സിന്റെ ധൈര്യം ശക്തിപ്പെടുത്താൻ നിങ്ങൾ ശ്രമിക്കണം. എല്ലാവർക്കും നന്ദി. ഈ പ്രോഗ്രാം അവതരിപ്പിച്ച ഞങ്ങളുടെ എല്ലാ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഉദ്യോഗസ്ഥർക്കും എല്ലാവർക്കും കാരണം കഴിഞ്ഞ ഒരാഴ്ചത്തെ പ്രവർത്തനം കൊണ്ടാണ് ഇത്രയും കൂടെ സംഘടിപ്പിച്ചത്. സർവോടുള്ള നിശ്ചയമായ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. നന്ദി.